ഹലോ എവരിവൺ, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ iQOO Neo 9 Pro വേഴ്സസ് നമ്മുടെ OnePlus 12R എന്നുള്ള ക്വിക്ക് കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ടിംഗ് ഓഫ് ബിൽഡ് ആൻഡ് ഡിസൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അലുമിനിയം ഫ്രെയിമാണ് OnePlus 12R എന്ന്. സോ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇൻ ഹാൻഡിൽ നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു പ്രീമിയംനെസ്. ആൻഡ് വേറെ നമുക്ക് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് നമ്മുടെ iQOO Neo 9 Proക്ക് വരുന്നത്. OnePlus 12R നമുക്ക് ഗ്ലാസ് ബാക്ക് ആണ് വരുന്നത്. വേഴ്സസ് നമ്മുടെ iQOO Neo 9 Proയുടെ ഈ വേരിയന്റ്, ദാറ്റ് മീൻസ് ഫയറി റെഡ് എന്നുള്ള വേരിയന്റ് ഈക്വൽ ലെതർ ആണ് വരുന്നത്. പക്ഷേ നമ്മുടെ iQOO Neo 9 Proയുടെ കോൺകർ ബ്ലാക്ക് എന്നുള്ള വേരിയന്റ് ഗ്ലാസ് ബാക്ക് തന്നെയാണ് വരുന്നത്. അത് നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ഗ്ലാസ് ബാക്ക് ആണ് വിത്തൗട്ട് എനി ഫിംഗർ പ്രിന്റ് ബാങ്ക്. പക്ഷേ നമ്മുടെ OnePlus 12R ലൈറ്റ് ഫിംഗർ പ്രിന്റ് ബാങ്ക് ആയിട്ടുള്ള ബാക്ക് ഗ്ലാസ് ആണ് വരുന്നത്. തിക്നെസ് നോക്കുകയാണെങ്കിൽ 8.8 mm വരും OnePlus 12R വേഴ്സസ് നമ്മുടെ iQOO Neo 9 Proയുടെ ലെതർ ബാക്ക് 8.34ഉം വേഴ്സസ് നമ്മുടെ ആ കോൺകർ ബ്ലാക്ക് എന്നുള്ള ഗ്ലാസ് ബാക്ക് വരുമ്പോൾ 7.99 mm ആണ് വരുന്നത്. സോ സ്ലിം ആൻഡ് സ്ലീക്ക് ആണ് നമ്മുടെ ഈ ഗ്ലാസ് ബാക്ക്. 207 grams ആണ് OnePlus 12R വരുന്നത് വേഴ്സസ് നമ്മുടെ iQOO Neo 9 Pro വരുന്നത് 196 grams ആണ് വെയിറ്റ് വരുന്നത്. നെക്സ്റ്റ് OnePlus 12R IP64 വാട്ടർ പ്രൂഫ് ആണ്. വാട്ടർ റെസിസ്റ്റൻസ് അല്ല, വാട്ടർ പ്രൂഫ് ആൻഡ് ഡസ്റ്റ് പ്രൂഫിന്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് നമുക്ക് OnePlus 12R. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് കോഡിംഗ് ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനോടെ ഫ്രണ്ട് ഗ്ലാസ് ആണ് വരുന്നത്. ഡിസ്പ്ലേസ് ഒബ്വിയസ്ലി കർവ് ഡിസ്പ്ലേ ഇഷ്ടമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള കർവ് ഡിസ്പ്ലേ ആണ് OnePlus 12R വരുന്നത്. വേഴ്സസ് ഇതൊരു ഗെയിമിംഗ് കോൺസെൻട്രേറ്റഡ് ഫോൺ ആയ കാരണം ഒബ്വിയസ്ലി ആ ഫ്ലാറ്റ് ഡിസ്പ്ലേ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. സോ ഫോർ ഫ്ലാറ്റ് ഡിസ്പ്ലേക്ക് നമുക്ക് ഡയറക്റ്റ് iQOO Neo 9 Pro ചൂസ് ചെയ്യാം. OnePlus 12Rന് 1 ബില്യൺ കളർ റീപ്രൊഡക്ഷണൽ ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നത് നമ്മുടെ iQOO Neo 9 Proക്ക് വേഴ്സസ് നമുക്ക് ഇവിടെ വരുന്നത് 120 ഹെർട്സ് ആണ്. ബട്ട് ദ തിങ് ഈസ് ഇവിടെ OnePlus 12Rൽ യൂസ് ചെയ്യുന്നത് LTPO4ഉം ഇതിനകത്ത് നമ്മുടെ ബേസിക് LTPO ആണ് യൂസ് ചെയ്യുന്നത്. LTPO4 കുറച്ച് എനർജി കുറവ് കൺസ്യൂം ആൻഡ് ബെറ്റർ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും LTPO1 വെച്ച് നോക്കുമ്പോൾ. ബ്രൈറ്റ്നസ് തന്നെ നോക്കുകയാണെങ്കിൽ 1400 nits ആണ് iQOO Neo 9 Pro, 1600 nits ആണ് നമ്മുടെ OnePlus 12R വരുന്നത്. ആൻഡ് പീക്ക് നോക്കു കഴിഞ്ഞാൽ 4500 nits ആണ് OnePlus 12R വേഴ്സസ് 3000 nits ആണ് നമ്മുടെ iQOO Neo 9 Pro വരുന്നത്. ഇതിന്റെ ഡിസ്പ്ലേ നോക്കിയാലോ. സോ ഇതാണ് നമ്മുടെ OnePlus 12R. സ്റ്റാർട്ടിംഗ് ഓഫ് നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ കളർ മോഡ് ഓപ്ഷൻ കിട്ടുന്നത് ബൈ ഡീഫോൾട്ട് വിവിഡ് ആയിരിക്കും. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുക പ്രോ മോഡിൽ കൊണ്ടുപോയിട്ട് ബ്രില്യൻറ്റ് ഇടുക. സോ അതാണ് ഏറ്റവും വൈബ്രന്റ് ആൻഡ് സാച്ചുറേറ്റഡ് കളേഴ്സ്. ആ സെയിം ഓപ്ഷൻ നമുക്ക് ഇവിടെയുണ്ട്. സ്ക്രീൻ കളേഴ്സ് ബൈ ഡീഫോൾട്ട് ആയിട്ട് എടുക്കുക, സ്റ്റാൻഡേർഡ് ആണ്. ഏറ്റവും മാറ്റിയിട്ട് ബ്രൈറ്റിലാക്കുക. സോ ഐ ഷോ യു. സോ യു ക്യാൻ സി ബ്രൈറ്റ് ആക്കുക. സോ ഇതായിരിക്കും ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് കുറച്ച് AI വെച്ചിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് എൻഹാൻസ്ഡ് ഡിസ്പ്ലേ എഫക്ട്സ് ആണ് ഉള്ളത്. അത് സെയിം രണ്ട് പേർക്കും ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇമേജ് ഷാർപ്പനർ അതാണ് ആയിട്ട് രണ്ടിനും അവൈലബിൾ ആണ്. സോ വിഷ്വൽ എൻഹാൻസ്മെന്റ് ഓപ്ഷൻ രീതിയിലാണ് iQOOനകത്തുള്ളത്. ഇമേജ് ഷാർപ്പനർ രീതിയിലാണ് നമ്മുടെ OnePlusനകത്തുള്ളത്. രണ്ടും ടേൺ ഓൺ ചെയ്തു. ഇനി അടുത്തത് MEMC ആൻഡ് സൂപ്പർ റെസൊല്യൂഷൻ. അത് ഇച്ചിരി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് iQOOക്കകത്താണ്. കാരണം എക്സ്ട്രാ കുറച്ച് AI ഹെൽപ്പോടെ കുറച്ച് ഫ്രെയിംസ് ആയിട്ട് കുറച്ചും കൂടെ സ്മൂത്തർ ആകുവാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് ജസ്റ്റ് വീഡിയോ കളർ ബൂസ്റ്റ് ഒറ്റ ഫീച്ചറേ ഉള്ളൂ. മീൻസ് ജസ്റ്റ് നമ്മുടെ നോർമൽ സ്റ്റാൻഡേർഡ് ഡൈനാമിക് റേഞ്ചുള്ള കണ്ടന്റ് കുറച്ചും കൂടെ ഹൈ ഡൈനാമിക് റേഞ്ച് ആയിട്ട് മാറ്റും, അത്രേ ഉള്ളൂ. പക്ഷേ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് MEMC ആൻഡ് സൂപ്പർ റെസൊല്യൂഷൻ ഉള്ളത് നമുക്ക് നമ്മുടെ iQOOന്. ഇനി നെക്സ്റ്റ് നമ്മുടെ സ്ക്രീൻ റെസൊല്യൂഷൻ രണ്ടുപേർക്ക് അവൈലബിൾ ആണ്. യു ക്യാൻ സി 2800x1264 ആണ് നമ്മുടെ iQOOക്കകത്ത് വരുന്നത്. ആൻഡ് 2780x1264 ആണ് നമ്മുടെ OnePlusനകത്ത് വരുന്നത്. ആൻഡ് രണ്ടിനും സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് 2400x1080 ആൻഡ് ഇവിടെ 2376x1080. സോ യു ക്യാൻ ജസ്റ്റ് പിക്ക് ഇറ്റ് ഔട്ട്. ഞാൻ മാക്സിമം 1.5K തന്നെയാണ് രണ്ടും ഇട്ടിരിക്കുന്നത്. ആൻഡ് ഞാൻ ജസ്റ്റ് ഇത് സ്ക്രീൻ റിഫ്രഷ് ചെയ്ത് കാണിച്ചു തരാം. സ്ക്രീൻ റിഫ്രഷ് ഇവിടെ ഹൈ 120 ഹെർട്സ്, ഇവിടെ നമുക്ക് ഹൈ വരുമ്പോൾ 144 ഹെർട്സ് ആണ് വരുന്നത്. ആൻഡ് ഇവിടെ സ്മാർട്ട് സ്വിച്ച് ബൈ ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ആണ്. ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ആപ്പ് അനുസരിച്ച് ഏതാണോ വേണ്ടത്, 60 ആണോ വേണ്ടത്, 120 144 ആണ്, അതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഒപ്റ്റിമൈസ് ആയിക്കോളും. ആൻഡ് നെക്സ്റ്റ് തിങ് വെച്ചാൽ ഞാൻ ഓട്ടോ ബ്രൈറ്റ്നസ് രണ്ടിനും ടേൺ ഓഫ് ചെയ്തിട്ട് ഫുൾ ബ്രൈറ്റ്നസ് ആക്കുവാണ്. ഓക്കെ, ഫുൾ ബ്രൈറ്റ്നസ് ടേൺഡ് ഓൺ ഫോർ ബോത്ത് ഓഫ് ദം. ആൻഡ് നമുക്ക് ഡിസ്പ്ലേ കമ്പയർ ചെയ്യാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ OnePlus 12R ഓൺ ദ ബോട്ടം. ആൻഡ് ഇതാണ് നമ്മുടെ iQOO Neo 9 Pro. ആൻഡ് ഞാൻ OnePlus 12R ഒന്ന് ക്ലോസ് അപ്പ് ആക്കാം. സോ ആ കർവ് ഡിസ്പ്ലേ, വാവ്, ലുക്സ് റിയലി കൂൾ. ആൻഡ് നമ്മുടെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ഓൺ ദ iQOO Neo 9 Pro. ആൻഡ് അറ്റ് എ ഗ്ലാൻസ് ഇറ്റ്സെൽഫ് യു ക്യാൻ നോട്ടീസ് ദ ബ്രൈറ്റ്നസ് ഡിഫറൻസ്. ഒറ്റ അടിക്ക് തന്നെ ബ്രൈറ്റ്നസ് ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല എക്സ്ട്രീം ബ്രൈറ്റ് ആണ് OnePlus 12R വേഴ്സസ് ഇച്ചിരി ഒരു പെയില് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ iQOO Neo 9 Pro. സോ ഡിസ്പ്ലേയിൽ ഐ വുഡ് സേ എ ക്ലിയർ വിൻ ഫോർ ദ OnePlus 12R. iQOO Neo 9 Pro അടിപൊളി കേട്ടോ. പക്ഷേ നമ്മൾ ഇത് വെച്ച് ഡയറക്റ്റ് കമ്പാരിസണിൽ അപ്രോക്സിമറ്റ്ലി ഐ വുഡ് സേ ഒരു 5 to 8% ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓ യു ക്യാൻ സി. ആൻഡ് നല്ല രീതിയിൽ ബ്രൈറ്റർ ആണ്. ആൻഡ് സാച്ചുറേഷൻ്റെ കാര്യത്തിൽ രണ്ടും കട്ടയ്ക്ക് ഈവൻ നമുക്ക് ചില ഏരിയാസിൽ iQOO Neo 9 Pro ആണ് ആ ബ്രൈറ്റ്നസ് കുറവിൽ പോലും സാച്ചുറേറ്റ് ഫീൽ ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ സ്പീക്കേഴ്സ് സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്രം ദ iQOO Neo 9 Pro.
Okay, now it's time for the OnePlus 12R. The thing is, ലൗഡ്നെസ് രണ്ടിലും എക്സാക്റ്റ് ആണ്. പക്ഷേ ഈ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് ആ ഒരു ഓഡിയോയ്ക്ക് ഒരു റിഫൈൻമെന്റ്, ആ ഒരു ക്വാളിറ്റി കുറച്ചൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ OnePlus 12R ആണ്. IQ Neo 9 Proയും അടിപൊളിയാണ്. പക്ഷെ ആ ഓഡിയോ എന്തോ ഒരു 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 സംതിങ് മിസ്സിങ് ഫീൽ ചെയ്യുന്നു. പക്ഷെ അത് കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ട്, കുറച്ചും കൂടെ ഒരു എൻഹാൻസ്ഡ് ആയിട്ട് ആ ഓഡിയോയിലെ ടോൺസും ഒക്കെ, അതുപോലെ തന്നെ സ്റ്റീരിയോ എഫക്ട്സും ആ ഒരു എസ്പെഷ്യലി ഇൻസ്ട്രുമെന്റൽ ടോൺസ് ഒക്കെ ലൈറ്റായിട്ട് ഒരു ഇമ്പ്രൂവ് വന്നെങ്കിൽ എനിക്ക് OnePlus 12R ആണ് ഫീൽ ചെയ്യുന്നത്. സോ അപ്രോക്സിമറ്റ്ലി ഇഫ് യു ആസ്ക് മീ വാട്ട് ദ ഡിഫറൻസ്, അപ്രോക്സിമറ്റ്ലി 3 to 5% അറൗണ്ട് ആണ് ആ ഒരു ലൈറ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ പെർഫോമൻസ് രണ്ടും സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ്. സോ 1.5 million ആണ് OnePlus 12R വരുന്നത് ആൻഡ് 1.6 million ആണ് IQ Neo 9 Pro. സോ ജസ്റ്റ് 1 lakh ഡിഫറൻസ്, ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ എന്ന് പറയാം. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസിന്റെ കാര്യമുണ്ട്. UFS 4 ആണ് നമുക്ക് നമ്മുടെ IQ Neo 9 Pro വരുന്നതെങ്കിൽ UFS 3.1 ആണ് നമ്മുടെ OnePlus 12R വരുന്നത്. ആൻഡ് അത് നല്ല ഡിഫറൻസ് നമുക്ക് സ്റ്റോറേജ് ടെസ്റ്റിൽ ജസ്റ്റ് യു ക്യാൻ സി 75,000 നമ്മുടെ സ്റ്റോറേജ് ടെസ്റ്റ് വന്നത് OnePlus 12R. പക്ഷേ 1,45,000 ആണ് IQ Neo 9 Pro വരുന്നത്. സോ ദാറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. ഗെയിമിംഗ് ആണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി, ഞാൻ ഡെഫിനറ്റ്ലി IQ Neo 9 Pro ട്രാക്കും. കാരണം ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് നമുക്ക് അൾട്രാ ഗെയിം മോഡിന്റെ മോഡിനകത്ത് 4D ഗെയിം വിബ്രേഷൻ, സ്പോർട്സ് മോഡ്, ഗെയിം ഫ്രെയിം ഇന്റർപോളേഷൻ, അങ്ങനെ വോയിസ് ചേഞ്ചർ, ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് നമുക്ക് ബൈ ഡീഫോൾട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ക്യാമറാസ് 250 MP മെയിൻ ക്യാമറ വിത്ത് OIS ആണെങ്കിൽ നമുക്ക് OnePlus 12R ലേസർ ഓട്ടോ ഫോക്കസ് വരുന്നതിനകത്ത് നമുക്ക് നോർമൽ PDF ടെക്നോളജിയാണ് IQ Neo 9 Pro വരുന്നത്. പിന്നെ രണ്ടിനും 8 MP അൾട്രാ വൈഡ്. പിന്നെ OnePlus 12R ഒരു ജസ്റ്റ് പേരിനൊരു 2 MP മാക്രോയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു ഡെഡിക്കേറ്റഡ് മാക്രോ മോഡ് പോലും ഇല്ല നമ്മുടെ IQ Neo 9 Proയിൽ. ഫ്രണ്ടിൽ രണ്ടുപേർക്കും ആ 60 MP പഴയ സെൽഫി ക്യാമറ ജസ്റ്റ് 1080p at 30 FPS മാത്രമേ പറ്റുള്ളൂ. 1080p at 60 FPS പറ്റില്ല. 4K റെക്കോർഡിംഗ് ഇല്ല. ആൻഡ് ഈവൻ നമ്മുടെ IQക്കകത്ത് ഫ്രണ്ട് ക്യാമറയ്ക്ക് വീഡിയോ സ്റ്റെബിലൈസേഷനും ഇല്ല. OnePlus 12R ഫ്രണ്ട് ക്യാമറയ്ക്ക് 1080p at 30 FPS സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ പ്രോ മോഡ്, ക്യാമറ UI അത് പ്രോ മോഡ് അവൈലബിൾ ആണ്. രണ്ടുപേർക്കും ഫോട്ടോ മോഡ് ഉണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഒരു EV എന്നൊരു മോഡ് ഇടുന്നുണ്ട്, എക്സ്പോഷർ സെറ്റിങ്ങിനായിട്ടുള്ള. ആൻഡ് ഇവിടെ നമുക്ക് വിവിഡ്, ടെക്സ്റ്റേർഡ്, നാച്ചുറൽ, അങ്ങനെ 3 മോഡ്സ് കിട്ടുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പോർട്രേറ്റ് ജസ്റ്റ് ചെക്ക് ചെയ്യാം. പോർട്രേറ്റ്, സോ രണ്ടുപേർക്കും പോർട്രേറ്റ് മോഡ് കിട്ടുന്നുണ്ട്. ആൻഡ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പോർട്രേറ്റിലെ സ്റ്റൈൽസ് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ IQ യു ക്യാൻ സി നാച്ചുറൽ, പാനിങ്, വിൻറ്റേജ്, അങ്ങനെ കുറച്ച് സ്റ്റൈൽസ് ഉണ്ട്. ഇവിടെ കുറച്ച് ഫിൽറ്റേഴ്സ് ആണുള്ളത്. ഇവിടെ ഫിൽറ്റേഴ്സ് ഉണ്ട്, സ്റ്റൈൽസ് ഉണ്ട്. യു ക്യാൻ സി ഉണ്ടാവും. ഇവിടെ ഫിൽറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. വേഴ്സസ് ഇവിടെ ഉണ്ടാവും. ഇവിടെ OnePlus ഫിൽറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഫിൽറ്റേഴ്സ് ഉണ്ട്, IQക്ക് ഫിൽറ്റേഴ്സ് ഉണ്ട്, സ്റ്റൈൽസ് അവൈലബിൾ ആണ്. സോ കുറച്ച് പ്രീമിയം സ്റ്റൈൽ, ലൈക്ക് നമ്മുടെ സാംസങ്ങിനകത്തുള്ള ഈ ബ്ലർ എഫക്റ്റ് പോലത്തെ, ആൻഡ് ഐഫോണിനകത്തുള്ള സ്റ്റുഡിയോ എഫക്റ്റ് പോലത്തെ കുറച്ച് ഫിൽറ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് നമ്മുടെ വീഡിയോയ്ക്ക് അത് 8K at 30 FPS കിട്ടുന്ന IQ Neo 9 Pro. പക്ഷേ നമ്മുടെ OnePlus 12R 4K at 60 ഉള്ളൂ. ആൻഡ് ഇത് സ്റ്റെബിലൈസേഷൻ അൾട്രാ സ്റ്റഡീസ് ഓൺ ആക്കുമ്പോൾ 1080p at 60 FPS പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. ഇതേ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ ഇടുമ്പോൾ നമുക്ക് 4K at 60 FPS യു ക്യാൻ സി 4K at 60 FPS സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷനിൽ വർക്ക് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് അൾട്രാ സ്റ്റെബിലിറ്റി, ഐ മീൻ മാക്സിമം സ്റ്റെബിലിറ്റി വേണമെങ്കിൽ യു ക്യാൻ സി 1080p at 60 FPS വേണം. സോ യു ക്യാൻ ചൂസ് വിച്ച് വൺ ടു ഗോ വിത്ത്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ജസ്റ്റ് മോഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് മോഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ റെസൊല്യൂഷൻ മോഡ്, ഐ മീൻ 50 MB ഷൂട്ട് ചെയ്യാനാണ് ഇതിനകത്ത് 50 MB എന്നാണ് ബോർഡ് IQക്കകത്ത്. പിന്നെ പനോരമിക് മോഡ്, ഡെഡിക്കേറ്റഡ് മാക്രോ മോഡ് ഉണ്ട്. ഇവിടെ മാക്രോ മോഡേ ഇല്ല. അപ്പോൾ ഞാൻ ഫോട്ടോക്കകത്ത് പോയിട്ട് അൾട്രാ വൈഡിലാണ് ഇതിനകത്ത് സാമ്പിൾസിന് വേണ്ടി മാക്രോ ഷോട്ട് എടുത്തത്. ആൻഡ് നെക്സ്റ്റ് രണ്ടിലും ടൈം ലാപ്സ് ഉണ്ട്, ലോങ് എക്സ്പോഷർ ഉണ്ട്, സൂപ്പർ മൂൺ ഉണ്ട്, പ്രോ മോഡ് ഉണ്ട്. ആൻഡ് ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് തിങ്സ് നമ്മൾ OnePlusൽ ഡുവൽ വ്യൂ, ദാറ്റ് മീൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് അറ്റ് ദ സെയിം ടൈം റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ. ആൻഡ് ഫിലിം മോഡ്, കുറച്ചും അടിപൊളിയായിട്ട് നമ്മുടെ ഫിലിംസ് എടുക്കാനായിട്ട് ആ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ കിട്ടുന്ന മോഡ്സ്. പിന്നെ ടിൽറ്റ് ഷിഫ്റ്റ്, ടെക്സ്റ്റ് ക്യാമറ, അങ്ങനെ ഇച്ചിരി കൂടെ ബിറ്റ് എൻഹാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയ്ക്ക് 1080p at 30 FPS വിത്ത് സ്റ്റെബിലൈസേഷൻ OnePlus 12R. ഇവിടെ 1080p at 30 FPS വിത്തൗട്ട് സ്റ്റെബിലൈസേഷൻ IQ Neo 9 Pro. ഇനി ജസ്റ്റ് ക്വിക്കായിട്ട് കുറച്ച് ക്യാമറ സാമ്പിൾസ് നോക്കിയോ. ഇതാണ് നമ്മുടെ IQ Neo 9 Pro ഫ്രണ്ട് ക്യാമറ ആൻഡ് OnePlus 12R. സോ രണ്ടും ഡീസൻ്റ് ആയിട്ടുള്ള ജോബ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്റ് ആയിട്ട് ജോബ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അനദർ ഷോട്ട് യു ക്യാൻ സി. ആൻഡ് ഈ ഷോട്ടിനകത്തുണ്ടല്ലോ അത് IQ കുറച്ച് വാം ടോൺ പിടിച്ചിട്ടുണ്ട്. OnePlus പക്ക നാച്ചുറൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇച്ചിരി ക്രിസ്പിനെസ് ഫീൽ, ലൈറ്റ് ആയിട്ടുള്ള ക്രിസ്പിനെസ് ഫീൽ ചെയ്യുന്നത് OnePlus 12R ആൻഡ് എലോങ് വിത്ത് ദാറ്റ് ആ ഫ്രണ്ട് ക്യാമറ സ്റ്റെബിലൈസേഷനും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കുറച്ച് റിയർ ക്യാമറ ഷോട്ട്സ് ആണ്. സോ OnePlus 12R, IQ,
ആൻഡ് ക്ലോസപ്പിൽ എക്സ്ട്രാ ഇത് ഇച്ചിരി ഒരു സാച്ചുറേറ്റഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ IQ Neo 9 Pro. ഇത് പക്കാ നാച്ചുറൽ ആണ് കേട്ടോ. ആൻഡ് എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ ഉണ്ടോ, ഇത് കൊള്ളാം. ആൻഡ് ഇവിടെ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് എഡ്ജ് ഡിറ്റക്ഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഷോട്ട്, ഇത് നമ്മുടെ മാക്രോ മോഡ്, ഇത് ഡെഡിക്കേറ്റഡ് മാക്രോ മോഡ് ഇല്ലാത്തതാണ് ഇത്രേ വരുന്നുള്ളൂ. ആൻഡ് അത് ഷോ കാണിക്കാൻ സി ഉണ്ടോ, ഒന്നും ഡീറ്റെയിൽ ക്രിസ്പായിട്ട് കിട്ടില്ല. ആൻഡ് പക്കയായിട്ട് മാക്രോ മോഡ് ഉള്ള കാരണം OnePlus 12 പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. യു ക്യാൻ സി ഉണ്ടോ, ക്രിസ്പ് ഡീറ്റെയിൽസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് അൾട്രാ വൈഡ് ഷോട്ടാണ് കേട്ടോ. ആൻഡ് യു ക്യാൻ സി ഈ ഷോട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു OnePlus 12 അടിപൊളിയായിട്ട് എടുത്തേക്കുന്ന IQ ആണ്. കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ക്രിസ്പ്നെസ് ഒക്കെ കൊണ്ടുവന്ന് എടുത്തേക്കുന്ന IQ ആണ് OnePlus 12 ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഇത് 50 MB രണ്ടിൻ്റെ മാക്സിമം റെസൊല്യൂഷൻ ഷോട്ടാണ് കേട്ടോ. ആൻഡ് നമുക്ക് നോക്കാം ഇത്രയും ക്ലോസ് അപ്പ് ആവുന്നുണ്ട്. സോ ലെറ്റ് മീ ഓക്കെ ഈ ഒരു ഏരിയ കൊണ്ടുവരാം. ഓക്കെ ആൻഡ് ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് 195 ഓക്കെ ഇവിടെ വരെ വന്നു. ആൻഡ് ഓവർ ഹിയർ ഓക്കെ. സോ IQ ആണ് കുറച്ചും കൂടെ ക്രിസ്പായിട്ട് ആ ഏരിയ എടുത്തേക്കുന്നത്. പക്ഷേ കുറച്ചും കൂടെ ക്ലോസ് അപ്പ് ആവുന്നുണ്ട് ഒബ്വിയസ്ലി നമ്മുടെ OnePlus 12 പക്ഷേ IQ ആണ് കുറച്ചും ക്രിസ്പായിട്ട് ആ ഡീറ്റെയിൽ മെയിൻ ചെയ്തേക്കുന്നത്. യു ക്യാൻ സി ക്ലിയർലി ആ ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട്. യു ക്യാൻ സി ഉണ്ടോ, ആ ഒരു പാച്ചസും ആ ഒരു സ്ക്രാച്ചസിൻ്റെ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ സോ ദാറ്റ്സ് എ ലൈറ്റ് വിൻ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഈ കളേഴ്സ് ഉണ്ട്. കളേഴ്സ് ഒരു നാച്ചുറൽ ആണ് OnePlus കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്നത്. ഇതാണ് എക്സാക്റ്റ് കളർ വന്നിരിക്കുന്നത്. ഇത് ഇച്ചിരി ഒരു ലൈറ്റ് സാച്ചുറേറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ IQ. ഓക്കെ സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പേഴ്സണൽ പ്രിഫറൻസ് ആണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഒരു സിൽവർ വിത്ത് വൈറ്റ്, അതും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ OnePlus 12 ആണ്. ഇവിടെ കുറച്ച് കളേഴ്സ് ഇച്ചിരി ഒരു ലൈറ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ IQക്കകത്ത്. നെക്സ്റ്റ് നമ്മുടെ റിയർ ക്യാമറ കുറച്ച് സാമ്പിൾസ് ആണ്. യു ക്യാൻ സി ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കിയോട്ടോ, സ്റ്റണ്ണിങ് അല്ലേ. ആൻഡ് ഇവിടെ നോക്കി ആ ഇച്ചിരി ഒരു സ്മൂത്തനിങ് വന്നിട്ട് ആ ഡീറ്റെയിലിംഗ് ഒക്കെ മിസ്സായി പോയിട്ട് യു ക്യാൻ ലിറ്ററലി സി ബിഗ് ഡിഫറൻസ്. സോ ദാറ്റ്സ് എ ക്ലിയർ വിൻ ഫോർ ദ IQ. ആൻഡ് നെക്സ്റ്റ് അനദർ ഷോട്ട് ആൻഡ് സെയിം തിങ് തന്നെയുണ്ടോ ഉണ്ടോ, പക്കാ ക്രിസ്പാണ് നമ്മുടെ IQ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വിക്കായിട്ട് കുറച്ച് സ്റ്റെബിലൈസേഷൻ നോക്കിയാലോ. ഇത് നമ്മുടെ OnePlusനകത്ത് സ്റ്റെബിലൈസേഷൻ, ഇതാണ് നമ്മുടെ IQ. ഇതിനകത്ത് വിത്ത് സ്റ്റെബിലൈസേഷൻ മോഡാണ്, ഇതിനകത്ത് വിത്തൗട്ട് സ്റ്റെബിലൈസേഷൻ. പക്ഷേ ഇതിനകത്ത് ഇൻസൂം ഉണ്ട്, സ്ക്രീനിൽ ഒരു ബിറ്റ് സൂം ചെയ്യാം. ആൻഡ് യു ക്യാൻ സി ഫ്രണ്ട് ക്യാമറയിൽ ഉണ്ടോ നല്ല അത്യാവശ്യം ഷെയ്ക്ക് ഉണ്ട് കേട്ടോ, ഷെയ്ക്ക് ഉണ്ട് നമ്മുടെ IQ. നെക്സ്റ്റ് നമ്മുടെ റിയർ ക്യാമറ വീഡിയോ സ്റ്റെബിലൈസേഷൻ 1:60 at 60 FPS ആണ്. ആൻഡ് യു ക്യാൻ സി രണ്ടിലും ഇച്ചിരി ഇത് ലൈറ്റായിട്ട് ആ സ്പീഡിൽ ഓടി കാരണം രണ്ടിലും ലൈറ്റായിട്ട് ഫോക്കസ് ഉണ്ടെങ്കിൽ ഈ നോർമൽ സിനാരിയോ ആണെങ്കിൽ രണ്ടും പക്കയായിരിക്കും. ആൻഡ് ഇൻ ദിസ് ഷോട്ട് ലൈറ്റ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തേക്കുന്നത് നമ്മുടെ IQ ആണ്. ഇതാണ് നമ്മുടെ ഡുവൽ വ്യൂ റെക്കോർഡിംഗ്. ഫ്രണ്ട് ക്യാമറ എലോങ് വിത്ത് റിയർ ക്യാമറ സെയിം ടൈം റെക്കോർഡ് ചെയ്യാൻ ഇത് OnePlus 12 ആണ്. IQക്കകത്ത് ഈ ഫീച്ചർ ഇല്ല. ആൻഡ് യു ക്യാൻ സി ഉണ്ടോ റിയർ ക്യാമറ സെയിം ടൈം എലോങ് വിത്ത് ദാറ്റ് നമുക്ക് ഫ്രണ്ട് ക്യാമറ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ വിച്ച് ഈസ് റിയലി കൂൾ. പിന്നെ 2 പേർക്കും Wi-Fi 7, Bluetooth 5.3 ഉണ്ട്. പിന്നെ 2 പേർക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഫേസ് റെക്കഗ്നിഷൻ ഉണ്ട്. സോ നമുക്ക് ജസ്റ്റ് ക്വിക്ക് ആയിട്ട് റാപ്പിഡ് ടച്ച് ചെക്ക് ചെയ്യാം. റാപ്പിഡ് ടച്ച് ജസ്റ്റ് 3, 2, 1 ഗോ. പെർഫെക്റ്റ്. വൺസ് അഗൈൻ 3, 2, 1 ഗോ. പെർഫെക്റ്റ്. വൺസ് അഗൈൻ 3, 2, 1 ഗോ. പെർഫെക്റ്റ്. ആൻഡ് നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ ആണ്. സോ ഇറ്റ്സ് ലോക്ക്ഡ്, അൺലോക്ക്ഡ്. യു ക്യാൻ സി റാപ്പിഡ് ഫാസ്റ്റ് വൺസ് അഗൈൻ. ഇറ്റ്സ് ലോക്ക്ഡ്, അൺലോക്ക്ഡ്. പ്ലസ് 12 റാപ്പിഡ് ടച്ച്. സോ ലോക്ക്ഡ്. 3, 2, 1 ഗോ. പെർഫെക്റ്റ്. 3, 2, 1 ഗോ. പെർഫെക്റ്റ്. 3, 2, 1 ഗോ. പെർഫെക്റ്റ്. ആൻഡ് നെക്സ്റ്റ് ഫേസ് റെക്കഗ്നിഷൻ ലോക്ക്ഡ് ആണ്, അൺലോക്ക്ഡ്, ലോക്ക്ഡ് ആണ്, അൺലോക്ക്. സോ ഫിംഗർ പ്രിന്റ് സ്കാനർ ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ രണ്ടും പക്ക ഫാസ്റ്റ് ആണ്. നമ്മുടെ UI ഫൺ ടച്ച് OS വേഴ്സസ് ഓക്സിജൻ OS. ആൻഡ് ഡെഫിനറ്റ്ലി ഇത് അടിപൊളിയായിട്ടുണ്ട് കാരണം ബ്ലോട്ട്വെയർസ് ഒന്നുമില്ല. മറ്റൊരു ബിഗ് തിങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ iOS ലെവലിന്റെ ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ നമ്മുടെ സാംസങ്ങിന്റെ OneUIക്കകത്ത് നിന്ന് നമ്മുടെ ഈ എഡ്ജ് ലൈറ്റിങ്ങിന്റെ കസ്റ്റമൈസേഷൻ. സോ എവിടെ നിന്നൊക്കെ നല്ല നല്ല ഫീച്ചേഴ്സ് ഉണ്ട് എല്ലായിടത്തും കൊണ്ടുപോകുന്നത് നമ്മുടെ IQക്കകത്ത് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. സോ ലോട്ട് ഓഫ് ഹെവി കസ്റ്റമൈസേഷൻ ഉണ്ട് നമ്മുടെ IQ Neo 9 Pro. പ്ലസ് നോക്കുകയാണെങ്കിൽ ആ സെറ്റിലായിട്ട് എക്സാക്ട് എന്താണ് വേണ്ടത് അത് മാത്രമല്ലാണ്ട് ഓവറായിട്ടുള്ള കസ്റ്റമൈസേഷനുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. ഒരു UI യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇന്റർഫേസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. അത് കൊള്ളാം, ആനിമേഷൻ സ്കെയിൽ, ട്രാൻസിഷൻ സ്കെയിൽസ്, ആ ഒരു ഇൻ-ആപ്പ് ട്രാൻസിഷൻസ്, ഹോം സ്ക്രീനിലേക്ക് പോകുന്ന ആനിമേഷൻസ്, ആ ബാക്ക് ഫീൽ, ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എല്ലാം കൊണ്ടും കുറച്ചും കൂടി എനിക്ക് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് തോന്നുന്നത് OnePlus 12 ആണ്. പക്ഷേ ഫീച്ചർ വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടത് IQ Neo 9 Pro ആണ്. സ്ക്രീൻ ചാർജിങ് 5160 mAh ആണ് IQ Neo 9 Pro വേഴ്സസ് 5500 mAh വരുന്നുണ്ട് OnePlus 12. 120 watt അഡാപ്റ്ററാണ് IQ Neo 9 Proക്ക് വരുന്നത്. ആൻഡ് 100 watt അഡാപ്റ്ററാണ് നമ്മുടെ OnePlus 12 വരുന്നത്. ഫോർ ദ വാല്യൂ ഫോർ മണി ഞാൻ ഡെഫിനറ്റ് ആയിട്ട് IQ Neo 9 Pro ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക OnePlus 12 ബട്ട് ലൈറ്റ് ബെറ്റർ ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ OnePlus 12 ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അത്രയുള്ള നമ്മുടെ ക്വിക്ക് ആയിട്ട് OnePlus 12 വേഴ്സസ് IQ Neo 9 Pro കമ്പാരിസൺ. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ് ടുഡേ. സൈനിങ് ഓഫ്. ഇറ്റ്സ് ഫോൺ മാനിയ.